ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. ആ ചെറുപ്പക്കാരൻ 18-ാം തീയതി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഇന്ന് ഫെബ്രുവരി 2-ാം തീയതി ആയപ്പോഴാണ് കുറേ പ്രതികളെ മാർച്ച് 2-ാം തീയതി ആയപ്പോഴാണ് കുറേ പ്രതികളെ പിടിച്ചു എന്ന് SFIയുടെ നേതാവായിട്ടുള്ള ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് പറയുന്നത്. 18-ാം തീയതി മരിച്ചിട്ട് അടുത്ത മാസം 2-ന് കുറേ പ്രതികളെ പിടിച്ചു എന്ന് ആ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞതുപോലെ പ്രതികളെ പിടിച്ചതാണോ അതോ പ്രതികളെ കൊടുത്തതാണോ? ഇതാണ് നമ്മൾ ആദ്യമായി ചോദിക്കേണ്ട ചോദ്യം. പ്രതികളെ പിടിച്ചതല്ല, പാർട്ടിയുടെ തണലിൽ ഒളിവിൽ താമസിച്ചിരുന്ന, പാർട്ടി ഓഫീസുകളിൽ താമസിച്ചിരുന്ന പ്രതികളെ പോലീസിന് കൈമാറിയത് മാർച്ച് 2-ാം തീയതി. അതല്ലേ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ പോലീസ് ഇത് എവിടെ പോയി പിടിച്ചെന്നാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നത്. ഒന്നുമല്ല. അത് ഈ കേരളത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. ഈ പ്രതികൾ SFIക്കാരല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രതികളിൽ SFIക്കാർക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാ പ്രതികളും കൃത്യമായി പിടിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതികളെ കൊടുത്തത് അതിൽ SFIക്കാരുള്ളത് കൊണ്ടാണെന്ന് ആ താടിക്കാരനൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പേർക്കും അറിയാം. അതിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം വളരെ ഊർജിതമാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ അത് ആളുകൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. 2, ഈ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന തലയ്ക്ക് വെളിവുള്ള ആർക്കും, അല്ലെങ്കിൽ തലയ്ക്കകത്ത് ഇത്തിരി കോമൺ സെൻസ് ഉള്ള ആർക്കും ആ ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളതിൻ്റെ സാഹചര്യ തെളിവുകൾ ഒരുപാടെണ്ണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാൻ കഴിയും. 13 പരിക്കുകൾ ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ എവിടാണ് നേതാവേ ഈ 13 പരിക്കുകൾ ഉണ്ടാകുന്നത്? എവിടെയാണ്? 13 പരിക്കുകൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ 2-3 ദിവസം പ്രായമുള്ള പരിക്കുകൾ ആ ചെറുക്കൻ്റെ ആ പയ്യൻ്റെ ശരീരത്തിലുണ്ടായിരുന്നുവെന്നും അത് അസോൾട്ട് കൊണ്ടാണെന്നും എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചാൽ മനസ്സിലാകാനുള്ള ബുദ്ധി ഈ ചെറുപ്പക്കാരന് SFIയുടെ നേതാവിനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് പരിക്കുകൾ, ആ ചെറുപ്പക്കാരൻ എന്താ സ്വയം മരിക്കുന്നതിന് മുമ്പ് പരിക്കുകൾ ഉണ്ടാക്കി വെച്ചതാണെന്നാണോ ഈ SFIയുടെ നേതാവ് പറയുന്നത്? ഞാനത് സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാനതൊന്നും ഇവിടെ വായിക്കുന്നില്ല. അപ്പോൾ സാഹചര്യ തെളിവുകളുണ്ട്. ഇനി വേറെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസം പഴക്കമുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന്. അത് ആത്മഹത്യ ചെയ്യാമെന്ന് ആരും പരിക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. 2, ആത്മഹത്യ കുറിപ്പുണ്ടായിരുന്നോ? നമുക്കറിയാലോ, ആത്മഹത്യകൾ 99% ആത്മഹത്യാ കുറിപ്പുണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നോ? അതൊന്ന്. 2, ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച അതിന് ലിഗേച്ചർ എന്നാണ് പറയുന്നത്, ലിഗേച്ചർ, അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നു മാത്രമല്ല, ഞാനിതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെടുത്ത് ചോദിച്ചപ്പോൾ തൂങ്ങി മരിക്കുന്ന ഒരാൾ തൂങ്ങി മരണം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തൂങ്ങി മരിക്കുന്ന ആ കയറിൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവസാനം പ്രാണവേദനയോടുകൂടി ഒരു ശ്രമം നടത്തും. അതായത് ഒരു കുരുക്കിടും, ആ കുരുക്കിലേക്ക് ചാടിക്കഴിയുമ്പോൾ കുരുക്ക് അങ്ങ് മുറുകുമ്പോൾ അതിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ എന്നുവെച്ചാൽ ആ കൈ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം വലിക്കാൻ തോന്നും. ആ വലിക്കാൻ തോന്നുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കയറിൻ്റെ ഫൈബേഴ്സൊക്കെ ആ ചെറുപ്പക്കാരൻ്റെ കൈ നഖത്തിനകത്തൊക്കെ കാണും. അതിവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്ന് അത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ വേറൊരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ ഒരു
ഒബ്ലീക്ക് ലിഗേച്ചർ മാർക്ക് ഉണ്ടെന്നാണ്. ഒബ്ലീക്ക് ആയിട്ട് ചെരിഞ്ഞിട്ടുള്ള ഒരു ലിഗേച്ചർ മാർക്ക് അതുണ്ടാവാവുന്നതാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ അടിയിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ലിഗേച്ചർ മാർക്കും കാണുന്നു. ഹൊറിസോണ്ടലായിട്ടുള്ള ലിഗേച്ചർ മാർക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്താൽ കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് ഫോറൻസിക് വിദഗ്ധരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹൊറിസോണ്ടലായിട്ടുള്ള ലിഗേച്ചർ മാർക്ക് കാണുന്നത് കൊന്നു കെട്ടി തൂക്കുമ്പോഴാണ്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളും ഞാനിപ്പോൾ അത് മാത്രമല്ല, പോലീസ് വരുന്നതിന് മുമ്പ് ഈ ഡെഡ് ബോഡി അഴിച്ചു മാറ്റാൻ ഇവരാരാണ്? സാധാരണ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് സ്ഥലത്തെത്തിയല്ലേ ഈ ഡെഡ് ബോഡി, തൂങ്ങി നിൽക്കുന്ന ബോഡി താഴെ വെക്കുന്നത്. അതിന് നേതൃത്വം നൽകിയതാരാ? ഈ നമ്മുടെ ഡീൻ ഡോക്ടർ നാരായൺ, മറ്റവനുണ്ടായിരുന്നു കൂട്ടത്തിൽ, കായിക അധ്യാപകൻ, അസിസ്റ്റന്റ് വാർഡൻ.